ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിഖ്ർ സബഖ് 40 വസാനി രണ്ടാമത്തത് അഥവാ തഅനിന്റെ അസ്ബാബുകളിൽ നമ്മൾ 9ാമത്തെ ബിദ്അത്തിനെ സംബന്ധിച്ച് പറഞ്ഞു. ബിദ്അത്ത് അത് കാഫിറാക്കുന്ന ബിദ്അത്തുണ്ട്, ഫാസിഖാക്കുന്ന ബിദ്അത്തുണ്ട്. അപ്പം കാഫിറാക്കുന്ന ബിദ്അത്ത് ചെയ്യുന്നവന്റെ ഹദീസ് സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ബിദ്അത്ത് കൊണ്ട് ഫാസിഖാക്കുന്ന അതാ രണ്ടാമത്തത്. വഹുവ അത് ആ രണ്ടാമത്തെ ബിദ്അത്തിന്റെ സാഹിബ് എന്ന് പറഞ്ഞാൽ ആരാ? മൻ ഒരുത്തനാണ് ലാ യഖ്തളി ബിദ്അത്തുഹു, അവന്റെ ബിദ്അത്ത് തേടുകയില്ല അത്തക്ഫീറ, കുഫറാക്കലിനെ തേടൂല, അസ്ലൻ തീരെ തന്നെ കാഫിറാക്കൂല, അങ്ങനത്തെ ബിദ്അത്തുള്ളവൻ. വഖദ് ഇഖ്തുലിഫ അയ്ളൻ, വീണ്ടും അഭിപ്രായ വ്യത്യാസമാക്കപ്പെട്ടിട്ടുണ്ട് ഫീ ഖബൂലിഹി വറദ്ദിഹി, അവനെ സ്വീകരിക്കുന്നതിലും അവനെ തള്ളിക്കളയുന്നതിലും, അവന്റെ ഹദീസ് സ്വീകരിക്കുന്നതിലും തള്ളിക്കളയുന്നതിലും എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ ഉലമാഇന്റെ ഇടയിൽ ഇഖ്തിലാഫുണ്ട്. ഫഖീല, അപ്പോ പറയപ്പെട്ടു, യുറദ്ദു മുത്ലഖൻ, നിരുപാധികം എന്ത് ചെയ്യും? അങ്ങനത്തെ മുബ്തദിഇന്റെ ഹദീസ് തള്ളപ്പെടും, അവന് സ്വീകരിക്കപ്പെടുകയില്ല ഒരഭിപ്രായം. മുത്ലഖ് എന്ന് പറഞ്ഞാൽ അവന്റെ ബിദ്അത്ത് എന്താണ്? അവൻ ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്നവനാകട്ടെ ക്ഷണിക്കാത്തവനാകട്ടെ, പിന്നെ കളവ് ഹലാലാണെന്ന് വിശ്വസിക്കുന്നവനാകട്ടെ വിശ്വസിക്കാത്തവനാകട്ടെ, എങ്ങനെയായാലും സ്വീകരിക്കപ്പെടില്ല എന്നൊരഭിപ്രായം. വഹുവ, ആ അഭിപ്രായം ബഈദുൻ, ബിദ്അത്തുകാരന്റെ മുത്ലഖൻ സ്വീകരിക്കൂല എന്ന് പറഞ്ഞത് അത് ബഈദാണ്. കാരണം പിന്നെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ മുബ്തദിഇന്റെ ഹദീസുകൾ സ്വീകരിച്ചതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ആ പറഞ്ഞ മുത്ലഖൻ തള്ളിക്കളയുക എന്നുള്ളത് ബഈദാണ്. അക്സറു മാ ഉല്ലില ബിഹി, അതിന് ഇല്ലത്ത് പറയപ്പെടുന്നതിൽ അധികരിച്ചത്, പിന്നെ ബിദ്അത്തുകാരന്റെ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല, കളയും എന്ന് പറയാൻ പറ്റുന്ന ദലീലായിട്ട് അധികം പറയുന്നത് എന്താണ്? അന്നബിർ റിവായത്തി അൻഹു, ഈ ബിദ്അത്തുകാരനെ തൊട്ട് റിവായത്ത് ചെയ്യുന്നതിലുണ്ട് തർവീജൻ ലി അംരിഹി, അവന്റെ കാര്യത്തെ, അവന്റെ ആ ബിദ്അത്തിനെ എന്ത് ചെയ്യുന്നതാണ്? നമ്മളൊന്ന് ചിലവഴിക്കലുണ്ട്. അതുപോലെ തൻവീഹൻ ബിദിക്രിഹി, അവനെ പറയുമ്പോൾ അവനെ ഒന്ന് തഅ്ലീമാക്കലും ഒക്കെ വരുന്നുണ്ട്, തഫ്ഖീമാക്കല്. അവൻ യഥാർത്ഥത്തിൽ പിന്നെ ഇഹാനത്ത് ചെയ്യപ്പെടേണ്ടവനാണല്ലോ, വാജിബുൽ ഇഹാനത്താണ് അവൻ. അപ്പൊ ആ നിലക്ക് പിന്നെ ഇവനെ പറയുമ്പോൾ ഇവനെ തഫ്ഖീമാക്കലും അവന്റെ ബിദ്അത്തിനെ തർവീജ് ചെയ്യലും ഒക്കെ അവനെ തൊട്ട് റിവായത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നല്ലോ എന്നതാണ് എന്ത് ചെയ്യുന്നത്? കാരണം പറയപ്പെടുന്നത്. വഅലഹാദ, ഈ പറഞ്ഞ കാരണം, ആ ദലീലിന്റെ മേൽ ഈറാദ് പറയുകയാണ് മുസന്നിഫ്. ഇത് വെക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യമുണ്ട് എന്ന് നിലയ്ക്ക് തള്ളിക്കളയുമ്പോൾ ഫയംബഇ, അനിവാര്യമാണ്, അല്ലാ യുർവ അൻ മുബ്തദിഇൻ, ഒരു മുബ്തദിഇനെയും തൊട്ട് എന്ത് ചെയ്യാൻ പറ്റൂല? റിവായത്ത് ചെയ്യപ്പെടാതിരിക്കൽ അനിവാര്യമാണ്. ഷൈഉൻ, ഒരു കാര്യവും റിവായത്ത് ചെയ്യപ്പെടാതിരിക്കുക. എങ്ങനത്തെ കാര്യം? യുശാരിക്കുഹു, ആ മുബ്തദിഇനോട് പങ്കാകും, ഫീഹി, ആ കാര്യത്തിൽ, ഖൈറു മുബ്തദിഇൻ, മുബ്തദി അല്ലാത്ത മറ്റൊരാള് അതിൽ പങ്കാകും. അപ്പോൾ അങ്ങനത്തെ ഒരു ഹദീസും റിവായത്ത് ചെയ്യപ്പെടാതിരിക്കൽ അനിവാര്യമായിട്ട് വരും. കാരണം ഇവര് പറഞ്ഞ ഇല്ലത്ത് അവിടെയും വരുമല്ലോ. അവൻ ആ പിന്നെ ഫിൽ ജുംല അവന്റെ കാര്യത്തെ തർവീജ് ചെയ്യലും അതുപോലെ തൻവീഹാക്കലും ഒക്കെ അവിടെയും വരുമല്ലോ. അപ്പോൾ ആ ഇല്ലത്ത് പറഞ്ഞിട്ട് മുത്ലഖൻ അങ്ങനെ സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ പറ്റൂല എന്നാണ് മുസന്നിഫ് പറയുന്നത്. അവിടെ മുസന്നിഫ് വലഹാദ പയമ്പഴി എന്ന് പറഞ്ഞിട്ട് ഈ ഇറാദ് കൊണ്ടുവന്നത് അവിടെ നുക്തത്തുൽ നദറിൽ പറയുന്നതാണ്. മുസന്നിഫ് അത് പിന്നെ അതുകൊണ്ട് മുസന്നിഫ് ഉദ്ദേശിച്ചത് ഇബ്നു ദഖീഖുൽ ഈദ് തങ്ങള് തഫ്സീലാക്കി പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ഇശാറത്താക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പറഞ്ഞത്. ഇബ്നു ദഖീഖുൽ ഈദ് നമ്മൾ പറഞ്ഞത് എന്താണ്?
വിദഗ്ധകാരൻ എന്നോടൊപ്പം മറ്റൊരാളെ യോജിച്ചാൽ അവിടെ അവനിലേക്ക് തിരിയേണ്ടതില്ല. പിന്നെ അത് ഇഹ്മാദല്ലി ബിദ്അത്തിഹി വ ഇത്ഫാഅല്ലി നാരിഹി എന്നാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞു ഇല്ലം യുവാഫിഖുഹു അത്, ഇനി അവനോട് ഒരാൾ യോജിക്കുന്നില്ല, പിന്നെ വലം യൂജദ് ദാലിക്കൽ ഹദീസ് ഇല്ല ഇൻദഹു, അവന്റെ അടുക്കലല്ലാതെ ഹദീസ് എത്തിക്കപ്പെട്ടതുമില്ല. മാ വസഫിന മിൻ സിദ്ഖിഹി വ തഹറുസിഹി അൽ കദിബി ഒക്കെ അതോടൊപ്പം തന്നെ ഇവന്റെ അടുക്കലേ ഉള്ളു. എന്താണ് ഇവൻ എന്നാൽ സിദ്ഖും പിന്നെ കദിബിനെ തൊട്ട് തഹറുസും ഒക്കെ ഉണ്ട്. അതോടൊപ്പം ഈ മുബ്തദിന്റെ അടുക്കലല്ലാതെ ഹദീസിന് എത്തിക്കപ്പെട്ടിട്ടുമില്ല. പിന്നെ അങ്ങനെയാണ് വസ്തിഹാരിഹി ബിദ്ദീനി ആദമി താലിക്ക് ദാലിക്കൽ ഹദീസി ബിദ്അത്തി, ആ ഹദീസിന് അവന്റെ ബിദ്അത്തായിട്ട് ബന്ധമില്ല, ഇവൻ ദീന് കൊണ്ട് മുസ്തഹറും ഒക്കെയാണ്, പക്ഷെ ഇവന്റെ അടുക്കലെയുള്ള ഹദീസും ഉള്ളത്. അങ്ങനെ വരുമ്പോ തങ്ങൾ പറഞ്ഞപ്പോ എംബിയാൻ തുഖദ്ദമ, അപ്പൊ അവനെ മുന്തിക്കപ്പെടണം, ആ ഹദീസിനെ മുന്തിക്കപ്പെടണം. മസ്ലഹത്ത തഹ്സീലി ദാലിക്കൽ ഹദീസി, ആ ഹദീസ് കരസ്ഥമാക്കുക എന്ന മസ്ലഹത്തിനെ മുന്തിക്കപ്പെടണം. തുഖദ്ദമ മസ്ലഹത്തു തഹ്സീലി ദാലിക്കൽ ഹദീസി വനശൂറു തിൽക സുന്നത്തി, ആ സുന്നത്തിനെ പ്രചരിപ്പിക്കുന്നതിനെ മുന്തിക്കപ്പെടണം. അല മസ്ലഹത്തി ഇഹാനത്തിഹി വൈത്ഫാഇ ബിദ്അത്തിഹി, അവനെ നിസാരമാക്കുക എന്ന മസ്ലഹത്ത്, അതുപോലെ അവന്റെ ബിദ്അത്തിനെ കെടുത്തിക്കളയുക എന്ന മസ്ലഹത്തിനേക്കാൾ ഇതിനെ മുന്തിക്കപ്പെടണം എന്ന് അല്ലാഹു അലം എന്ന് ഇബ്നു ദഖീഖിൽ ഞങ്ങൾ പറഞ്ഞ ആ തഫ്സീലിലേക്ക് ഇശാറത്താക്കാനാണ് മുസന്നിഫ് ഇവിടെ എന്ത് ചെയ്ത് ഈ ഇറാദ് കൊണ്ടുവന്ന ആലമായമ്പായി എന്ന് പറഞ്ഞത്. അല്ലാതെ എന്തിനല്ല. പിന്നെ യുറദ് മുത്തലഖൻ എന്ന് പറഞ്ഞ ആ കീലക്കാരെ അവർക്ക് തഹീദായിട്ട്, അവരുടെ കൗലിന് തഹീദായിട്ടല്ല മുസന്നിഫ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് കൊണ്ടുവന്നത് എന്ന് അവിടെ നുഖ്തത്തുള്ളവരിൽ പറയുന്നുണ്ട്. അപ്പോ ആ പറഞ്ഞ ഇല്ലത്ത് പിന്നെ ഈ മുബ്തദീനെ തൊട്ട് പിന്നെ റിവായത്ത് ചെയ്യുമ്പോൾ അവന്റെ വിദേഹത്തിനെ തർവീജ് ചെയ്യലും അവനെ തഫ്ഹീമാക്കലും ഉണ്ടാകുമെന്ന് പറഞ്ഞത് ആ ഇല്ലത്ത് എന്താണ്, അതാ പറഞ്ഞത് അങ്ങനെ അമല് ചെയ്യിക്കുകയാണെങ്കിൽ അത് മുത്തലക്കാൻ അമല് ചെയ്യിക്കാൻ പാടില്ല എന്നാണ് ഇപ്പൊ മുസന്നിഫ് പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് ഈ ഒരു സൂറത്തിൽ മാത്രം പിന്നെ അത് അമല് ചെയ്യിപ്പിക്കുക. ഏത് പിന്നെ അവന്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റ് ആളുകൾ മുവാഫഖാത്തായിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, അപ്പം പിന്നെ അവന്റെ സ്വീകരിക്കേണ്ടത് ആവശ്യമില്ല, അവന്റെ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല. പക്ഷെ നേരെ മറിച്ച് വിദഗ്ധത്തിൽ ഞങ്ങൾ പറഞ്ഞ പോലെ വേറെ ആരും പങ്കായിട്ടുമില്ല, ഇവന്റെ അടുക്കൽ മാത്രമേ ഉള്ള ഹദീസ് എങ്കിൽ അപ്പൊ അത് സ്വീകരിക്കുക എന്നാണല്ലോ പറഞ്ഞത്. അപ്പോ ആ മുവാഫിഖാകുന്ന സൂറത്തിൽ മാത്രം എന്ത് ചെയ്യുക, അത് അമല് ചെയ്യിപ്പിക്കുക. പിന്നെ വക്കീല രണ്ടാമത്തെ അഭിപ്രായം യുഖ്ബലു മുത്ലഖൻ, അവന്റെ വിദഅത്ത്, ആ വിദഅത്തുകാരന്റെ ഫാസിഖാകുന്ന വിദഅത്തുകാരന്റെ ഹദീസിനെ സ്വീകരിക്കപ്പെടും. മുത്ലഖൻ സ്വീകരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അവന്റെ വിദഅത്തിലേക്ക് ക്ഷണിക്കുന്നവനാകട്ടെ ക്ഷണിക്കാത്തവരാകട്ടെ. പക്ഷെ അവിടെ ഒരു ഷർത്താണ്, ഇല്ല ഇൻ ഇഅ്തഖദ ഹില്ലൽ കദിബി, കളവ് ഹലാലാണെന്ന വിശ്വാസം ഉണ്ടായാലൊഴികെ. അതിനാണ് അവന്റെ പിന്നെ വിദഅത്ത് അവന്റെ മതത്തെ തർവീജ് ചെയ്യാൻ വേണ്ടിയിട്ട് കളവ് ഹലാലാണെന്ന് വിശ്വസിക്കുന്നവനാണ്. അങ്ങനെ ആയാലൊഴികെ അപ്പം എന്ത് ചെയ്യുക, സ്വീകരിക്കപ്പെടില്ല. അപ്പോൾ കദിബ് ഹലാലാണെന്ന് വിശ്വാസം ഇല്ല എങ്കിൽ ഇവൻ വിദഅത്തിലേക്ക് ക്ഷണിക്കുന്നവനാകട്ടെ ക്ഷണിക്കാത്തവനാകട്ടെ സ്വീകരിക്കപ്പെടുമെന്നാണ് രണ്ടാമത്തെ അഭിപ്രായം. കമാ തഖദ്ദമ, മുമ്പേ മുക്കഫിറും ബിൽ ബിദ്അത്തിന്റെ അവിടെ പറഞ്ഞ അഭിപ്രായത്തിൽ പറഞ്ഞതുപോലെ അവിടെയും ഈ ഒരു അഭിപ്രായം അവിടെ പറഞ്ഞിരുന്നു. വഖീല മൂന്നാമത്തെ അഭിപ്രായം ഇവിടെ യുഖ്ബലു സ്വീകരിക്കപ്പെടും മൻ ഒരുത്തനെ ലം യകുൻ ദാഇയതൻ, അവൻ എന്തായിട്ടില്ല ഇല ബിദ്അത്തി, അവന്റെ ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്നവനായിട്ടില്ല. ഇവിടെ ദാഇയൻ എന്നാണല്ലോ പറയണ്ടത്. അവിടെ ദാഇയത്തൻ എന്ന് പറഞ്ഞത് അവിടെ ശാരിഹ് പറയുന്നുണ്ട്. എന്താണ് പിന്നെ അവിടെ താ കൊണ്ടുവന്നത് അത് വസ്ഫിയത്തിൽ നിന്ന് ഇസ്മിയത്തിലേക്ക് നഖ്ൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പോ ഈ ദാഇയത്ത് എന്നുള്ളത് അവരുടെ ഇടയിൽ എന്ത് ചെയ്ത് വിദേഹത്തിലേക്ക് ക്ഷണിക്കുന്നവനുള്ള പേരാക്കി മാറ്റി. അന്നഹു ജഅല ഫീമാ ബൈനഹും ഇസ്മൻ ലിമൻ യദ്ഉ ഇലാ ബിദഅത്തിഹി. അപ്പൊ ദാഇയത്ത് എന്ന് പറഞ്ഞാൽ വിദേഹത്തിലേക്ക് ക്ഷണിക്കുന്നവൻ എന്നുള്ള ഒരു പേര്. അപ്പൊ ആ വിദേഹത്തിലേക്ക് ക്ഷണിക്കുന്നവനിക്ക് പറയുന്ന പേരാണ് എന്ത് ദാഇയത്ത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇസ്മിയത്തിലേക്ക് നഖ്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ താ കൊണ്ടുവന്നതെന്ന് അങ്ങനെ പിന്നെ ശരീഅ പറയുന്നുണ്ട്. അപ്പോ അങ്ങനത്തെ വിദേഹത്തിലേക്ക് ക്ഷണിക്കുന്നവനായിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? സ്വീകരിക്കപ്പെടും എന്നൊരഭിപ്രായം. മൂന്നാമത്തെ അഭിപ്രായം കാരണം അന്ന തസീന ബിദഅത്തിഹി, പിന്നെ അപ്പൊ അങ്ങനെ ബിദഅത്തിലേക്ക് ക്ഷണിക്കുന്നവനാണെങ്കിൽ എന്താവില്ല? സ്വീകരിക്കപ്പെടില്ല. കാരണം അവന്റെ ബിദഅത്തിനെ ഭംഗിയാക്കലി അന്ന തസീന ബിദഅത്തിഹി, അവന്റെ ബിദഅത്തിനെ പിന്നെ ഭംഗിയാക്കുക എന്നുള്ളത് കദി യഹ്മിലുഹു, ചിലപ്പോ അത് അവനെ പ്രേരിപ്പിക്കും അലാ തഹരീഫിർ റിവായാത്തി, റിവായാത്തുകൾ ഭേദഗതി വരുത്തുന്നതിനെ അവന് പ്രേരിപ്പിക്കും. വ തസ്വിയത്തിഹ അലാമാ യഖ്തളീഹി മദ്ഹബുഹു, അവന്റെ മദ്ഹബ് തേടുന്നതനുസരിച്ച് ആ ഹദീസിനെ ക്രോഡീകരിക്കാൻ യോജിപ്പിക്കാൻ എന്ത് ചെയ്യും? ഇവൻ ശ്രമിക്കും. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ വിദേഹത്തിലേക്ക് ക്ഷണിക്കുന്നവനാണെങ്കിൽ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞത്. ക്ഷണിക്കത്തില്ല എങ്കിൽ സ്വീകരിക്കും. വഹാദ ഫിൽ അസഹി, ഈ പറഞ്ഞത് പിന്നെ അസഹ് പ്രകാരം, ഏത് ഈ മദ്ഹബ് 3 കൗലാണല്ലോ ഇപ്പം പറഞ്ഞത്. ഈ പറഞ്ഞതിൽ ഈ മൂന്നാമത് പറഞ്ഞതാണ് അഅ്ദലുൽ മദാഹിബ്. അക്സറുൽ ഉലമാഇന്റെ ഖൗല് അങ്ങനെയാണ്. അതവിടെ ഷറഹിൽ കാണാം. എന്നാൽ വഅറബ ഇബ്നു ഹയ്യാൻ, ഇതിന് ഇബ്നു ഹയ്യാൻ എന്നാണ് കാണുന്നത്. ഇന്ന് ഇബ്നു ഹിബ്ബാൻ ആണ്, ഹയ്യാൻ അല്ല, ഇബ്നു ഹിബ്ബാൻ. വഅറബ ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാൻ എന്നവരെന്ത് ചെയ്തു? അവര് ഗരീബായ ഒരു ഖൗല് കൊണ്ടുവന്നു, അറബ ഇബ്നു ഹിബ്ബാൻ. എന്നിട്ട് അദ്ദേഹം വാദിച്ചു. എന്തിനെ വാദിച്ചു? അൽ ഇത്തിഫാഖ, ഇത്തിഫാഖിനെ വാദിച്ചു. അലാ ഖബൂലി ഗൈരി ദാഇയത്തി, ദാഇയത്തല്ലാത്ത ബിദ്അത്തിലേക്ക് ക്ഷണിക്കാത്തവന്റെ ഹദീസുകളെ സ്വീകരിക്കുമെന്നതിൽ ഇത്തിഫാഖാണ് എന്ന് പറഞ്ഞു. മിൻ ഗൈരി തഫ്സീലിൻ, ഒരു വിശദീകരണവും കൂടാതെ, തഫ്സീലും ഇല്ലാതെ തന്നെ അവൻ്റെത് സ്വീകരിക്കും, ദാഇയത്തല്ലാത്തവന്റെ സ്വീകരിക്കുമെന്നതിൽ ഇത്തിഫാഖുണ്ട് എന്ന് വാദിച്ചു. അത് എന്താണ്? ഗരീബായ ഖൗലാണ്. നഅം, എങ്കിലും, പക്ഷേ അൽ അക്സർ അല ഖബൂലി ഗൈരി ദാഇയത്തി, ദാഇയത്തല്ലാത്തതിനെ സ്വീകരിക്കുമെന്നതിന്റെ മേലാണ് അക്സർ എന്ന് പറയാം. അല്ലാതെ ഇബ്നു ഹിബ്ബാൻ വാദിച്ചതുപോലെ ഇത്തിഫാഖ് എന്നത് എന്താണ്? അത് സഹിയല്ല, അത് ഗരീബായ വാക്കാണ്. അക്സറുൽ ഉലമാ അങ്ങനെയാണ് എന്ന് പറയാം. അത് അല ഖബൂലി ഗൈരി ദാഇയത്തി, വിദേഹത്തിലേക്ക് ക്ഷണിക്കാത്തവന്റെ ഹദീസ് സ്വീകരിക്കും എന്നതിന്റെ മേല് അക്സറുൽ ഉലമാ ഉണ്ട് എന്ന് പറയാം. ഇത്തിഫാഖ് എന്ന വാദം ശരിയല്ല. അപ്പോ ബിദ്അത്തിലേക്ക് ക്ഷണിക്കാത്തവന്റെ ഹദീസ് സ്വീകരിക്കപ്പെടുമെന്നാണ് അഭിപ്രായം പറഞ്ഞത്, മൂന്നാമത്തെ അഭിപ്രായം. പക്ഷേ അത് അസഹ് പ്രകാരം പിന്നെ ഇല്ല ഇൻ റവാമ യുഖവി ബിദ്അത്തുഹു, പക്ഷേ ഇവൻ അവന്റെ ബിദ്അത്തിനെ ശക്തിപ്പെടുത്തുന്ന ഒന്നിനെ റിവായത്ത് ചെയ്താൽ ഒഴികെ. അപ്പൊ ഇവൻ റിവായത്ത് ചെയ്യപ്പെട്ടത്, ആ മർവിയായത് എന്തേത്? ഇവന്റെ ബിദ്അത്തിനെ ശക്തിപ്പെടുത്തുന്നതായ വാചകങ്ങളാണെങ്കിൽ പിന്നെ ഫയുറദ്ദു അലൽ മദ്ഹബി, മദ്ഹബ് പ്രകാരം അത് തള്ളപ്പെടുന്നതാണ്. അൽ മദ്ഹബിൽ മുഖ്താറായ മദ്ഹബ് പ്രകാരം അത് തള്ളപ്പെടുന്നതാണ്. കാരണം ഇവൻ റിവായത്ത് ചെയ്ത ആ റിവായത്ത് അവന്റെ വിദേഹത്തിനെ ശക്തിപ്പെടുത്തുന്നതാണെങ്കിൽ അപ്പോ ഇവൻ വിദേഹത്തിലേക്ക് ക്ഷണിക്കുന്നവനായിട്ടില്ലെങ്കിൽ എന്താവൂല? പിന്നെ സ്വീകരിക്കപ്പെടൂല. വബിഹി സറഹൽ ഹാഫിളു അബി ഇസ്ഹാഖ് ഇബ്നു യാഖൂബിൽ ജൂസജാനി എന്നവരെന്ത് ചെയ്തു? ശരീഹാക്കി.
ആരാണ് ഈ പിന്നെ ജൂസജാനി എന്നവര്? അത് ഷെയ്ഖു അബി ദാവൂദ് വൻ നസായി റഹിമഹുല്ലാ. നസായി ഇമാമിന്റെയും അബൂദാവൂദ് ഇമാമിന്റെയും ഷെയ്ഖാണ്. അദ്ദേഹം എന്ത് ചെയ്തു? വ്യക്തമാക്കി. എവിടെ? ഫി കിതാബിഹി, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തില്. ഈ ജൂസജാനി ഇമാമിന്റെ ഗ്രന്ഥം ഏതാണ് ഗ്രന്ഥം? മഅരിഫത്തുർ റിജാൽ. മഅരിഫത്തുർ റിജാൽ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തില് അദ്ദേഹം ഈ പറഞ്ഞ മദ്ഹബ് കൊണ്ട് ശരീഹാക്കി. അതായത് അവന്റെ വിദേഹത്തിനെ ശക്തിപ്പെടുത്തുന്ന ഒന്നിനെ റിവായത്ത് ചെയ്തവനാണെങ്കിൽ അവൻ വിദേഹത്തിലേക്ക് ക്ഷണിക്കുന്നവനായിട്ടില്ലെങ്കിലും അത് തള്ളപ്പെടുമെന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞ അഭിപ്രായത്തെ ശരീഹാക്കി. എന്നിട്ട് ഫഖാല, ജൂസജാനി ഇമാം എന്ത് ചെയ്തു? പറഞ്ഞു ഫി വസ്ഫി റുവാത്തി, റാവികളെ ബയാൻ ചെയ്യുന്നിടത്ത്, അവരുടെ വസ്ഫു പറയുന്നിടത്ത് പറഞ്ഞു വമിൻഹും, ആ റാവികളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് സാഇഉൻ അനിൽ ഹഖി, ഹക്കിനെ തൊട്ട് തെറ്റിപ്പോയവർ. അനി സുന്നത്തി, ഹക്ക് എന്ന് പറഞ്ഞാൽ അനി സുന്നത്തി, സുന്നത്തിനെ തൊട്ട് തെറ്റിപ്പോയവൻ. സാദിഖുൽ ലഹജത്തി, എന്നാൽ പിന്നെ ലിസാന് സത്യമായവൻ, കലാമ് സത്യമായവനും, സംസാരം സത്യമാണ് എന്ന് പറഞ്ഞാൽ സത്യം പറയുന്ന ആളാണ്, പക്ഷെ സുന്നത്തിനെ തൊട്ട് തെറ്റിപ്പോയ അങ്ങനത്തെ ആളുകൾ, അവരൊക്കെ റുവാത്തുകളുടെ കൂട്ടത്തിൽ അങ്ങനത്തെ ടീമുകളുണ്ട്. അവരുടെ പിന്നെ അവരുടെ റിവായത്ത് സത്യമാണ്, പക്ഷെ ഇവൻ സുന്നത്തി ജമാഅത്തിൽ നിന്ന് പുറത്താണ്. അങ്ങനത്തെ ആള്. അപ്പൊ ഉദാഹരണത്തിന് പിന്നെ ബിദ്അത്തുകാരൻ. ഫലൈസ ഫീഹി, അങ്ങനത്തവനിലില്ല ഹീലത്തുൻ, തന്ത്രമില്ല ഇവന്റെ ഹദീസ് സ്വീകരിക്കുന്നതില്. ഇല്ല അൻ യൂഖദ മിൻ ഹദീസിഹി, ഉണ്ടോ? അവന്റെ ഹദീസിൽ നിന്ന് പിടിക്കപ്പെടലല്ലാതെ. എന്ത്? മാ ലാ യകൂനു മുൻകറൻ, മുൻകറാകാത്ത ഒന്നിനെ പിടിക്കപ്പെടലല്ലാതെ ഹീലത്തില്ല. ഇത് കാരണം ഇദാലം യുഖവ്വി ബിഹി ബിദ്അത്തുഹു, അതുകൊണ്ട് അവന്റെ ബിദ്അത്തിനെ ശക്തിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ, അവന്റെ ബിദ്അത്തിനെ ശക്തിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ മുൻകർ അല്ലാത്ത ഒന്നിനെ സ്വീകരിക്കുക, പിടിക്കപ്പെടുക അല്ലാതെ വേറെ ഹീലത്തില്ല. ഇന്ദഹ, ഈ പറഞ്ഞ ഇതാണ് ജൂസജാനി ഇമാമ് ആ ഗ്രന്ഥത്തിൽ എന്ത് ചെയ്ത് ശരീഹാക്കി പറഞ്ഞത്. വമാ കാലഹു, മുസന്നിഫ് പറയാണ് വമാ കാലഹു, ഈ ജൂസജാനി ഇമാമ് പറഞ്ഞതായി ഈ അഭിപ്രായം മുത്തജിഹുൻ, അത് സ്വീകരിക്കപ്പെടുന്നതാണ്, മുത്തജിഹാണ്, മഖ്ബൂലാണ്, ന്യായമുള്ളതാണ്. കാരണം അന്നല്ലേ ഇല്ലാത്ത അല്ലത്തി ബിഹാ യുറദ്ദു ഹദീസു ദാഇയത്തി, ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്നവന്റെ ഹദീസിനെ തള്ളപ്പെടുന്നതിന് പറഞ്ഞതായി ഇല്ലത്ത്. എന്തായിരുന്നു ഇല്ലത്ത് പറഞ്ഞത്? അവിടെ പറഞ്ഞായിരുന്നു അവൻ റിവായത്തുകളെ തഹരീഫ് ചെയ്യുക, അതുതന്നെ തത്ബീഖ് ചെയ്യുക, അവന്റെ മദ്ഹബിന്റെ നേട്ടം അനുസരിച്ച് അതിനെ തത്ബീഖ് ചെയ്യാനൊക്കെ അവൻ ശ്രമിക്കും, പ്രേരിപ്പിക്കും എന്നൊരു ഇല്ലത്ത് പറഞ്ഞായിരുന്നല്ലോ. ആ പറഞ്ഞ ഇല്ലത്ത് വാരിദത്തുൻ, അത് വരുന്നതാണ്. എവിടെ വരും? ഫീമ, ഒരു ഹദീസിൽ അല്ലെങ്കിൽ ഒരുത്തനിൽ, ഇദാ കാന ലാഹിറുൽ മർവി, അവന്റെ റിവായത്തിന്റെ ലാഹിർ, ആ റിവായത്ത് ചെയ്യപ്പെട്ട ആ റിവായത്തിന്റെ ലാഹിർ ആയാൽ, എന്തായാൽ യുവാഫിഖു മദ്ഹബൽ മുബ്തദിഇ, മുബ്തദിഇന്റെ മദ്ഹബിനോട് യോജിക്കുന്നതായാൽ. അപ്പോൾ വാരിദത്തുൻ ഫീമ, ഒരു ഹദീസിലാണ്, ഒരു ഹദീസിൽ അത് വരുന്നതാണ് ആ പറഞ്ഞ ഇല്ലത്ത്. എന്ത് ഹദീസിൽ? ഇദാ കാന ലാഹിറുൽ മർവി, ആ റിവായത്ത് ചെയ്യപ്പെട്ട വാചകത്തിന്റെ ലാഹിർ ആയാൽ, യുവാഫിഖു മദ്ഹബൽ മുബ്തദി, മുബ്തദിന്റെ മദ്ഹബിനോട് യോജിക്കുന്ന റിവായത്ത് ആയാൽ അവിടെ എന്ത് ചെയ്യും? പിന്നെ അവൻ സ്വീകരിക്കില്ല എന്ന് വരും. പക്ഷെ വലൗലം യക്കുൻ ദാഇയത്തൻ, അവൻ ദാഇയത്തായിട്ടില്ല എങ്കിലും ശരി, വിദേഹത്തിലേക്ക് അവൻ ക്ഷണിക്കുന്നവനായിട്ടില്ല എങ്കിലും ശരി, അവന്റെ മദ്ഹബ്, അവന്റെ ബിദ്അത്തുകാരന്റെ മദ്ഹബിനോട് യോജിക്കുന്ന റിവായത്താണ് ഇവൻ റിവായത്ത് ചെയ്തതെങ്കിലും എന്ത് പിന്നെ അവിടെ അത് തള്ളപ്പെടും. ബിദ്അത്തിലേക്ക് അവൻ ക്ഷണിച്ചിട്ടില്ലെങ്കിലും. നമ്മൾ നേരത്തെ പറഞ്ഞത് ബിദ്അത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ലെങ്കിൽ സ്വീകരിക്കുമെന്നാണല്ലോ പറഞ്ഞത്. പിന്നെ
അപ്പോൾ വിദേഹത്തിലേക്ക് ക്ഷണിക്കുന്നവനാണെങ്കിൽ പിന്നെ എന്താ പറഞ്ഞത്, അവന്റെ മദ്ഹബിന് യോജിച്ചതനുസരിച്ച് അവൻ ആ റിവായാത്തുകളെ തഹരീഫ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വിദേഹത്തിലേക്ക് ക്ഷണിക്കുന്നവനെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞത്, ഇല്ലത്ത് പറഞ്ഞത്. അപ്പോൾ ആ പറഞ്ഞ ഇല്ലത്ത് എന്താണ്, ഈ പറഞ്ഞ രൂപത്തിലും വരും. അത് വിദേഹത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ലെങ്കിലും ഇവന്റെ മദ്ഹബിന് സഹായകമാകുന്ന നിലക്കാണ് ആ റിവായത്തിന്റെ ലാഹിർ എങ്കിൽ അപ്പം എന്ത് ചെയ്യൂല, ആ റിവായത്ത് സ്വീകരിക്കൂല, ഇവനെ പിന്നെ വിദേഹത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ലെങ്കിലും ശരി. അപ്പൊ അതുകൊണ്ട് ഇബ്നു ദഖീഖിൽ തങ്ങൾ പറഞ്ഞ ഈ ജൂസജാനി എന്നവർ പറഞ്ഞ ആ ഇബാറത്ത് എന്താണ്, അത് മുത്തജിഹാണ്, മഖ്ബൂലാണ് എന്നാണ് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത്. കാരണം ഈ ജൂസജാനി എന്നവരുടെ ഇബാറത്തിൽ ശരിയാക്കിയതിൽ ഇദാലം യുഖവി ബിഹി ബിദ്അതഹു എന്നാണ്. അവന്റെ ബിദ്അത്തിനെ അതെന്ത് ചെയ്തിട്ടില്ല, ശക്തിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ എന്നാണ് ആ റിവായത്ത് ചെയ്യുന്നത്. പക്ഷെ അവിടെ എന്തില്ല, ആ ഇബാറത്തിൽ പിന്നെ ഇവൻ ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്നവനാണ് എന്നത് വന്നിട്ടില്ല. അപ്പൊ അത് ക്ഷണിച്ചിട്ടില്ല എങ്കിലും അവന്റെ ബിദ്അത്തിനെ ശക്തിപ്പെടുത്തുന്നതുണ്ടായാൽ എന്താവൂല, സ്വീകരിക്കൂല. അപ്പം കേവലം ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രം എന്താവൂല, സ്വീകരിക്കപ്പെടൂല എന്നതാണ്. പിന്നെ വല്ലാഹു അലം. ഇനി സുമ്മ സൂഉൽ ഹിഫ്ദി, ഇനി ഹിഫ്ദ് മോശമാകുക എന്നുള്ളത്. വഹുവ അത് അസ്സബബുൽ ആശിറു മിൻ അസ്ബാബി തഅനി, തഅനിന്റെ അസ്ബാബുകളിൽ നിന്ന് 10ാമത്തെ കാരണമാണ് സൂഉൽ ഹിഫ്ദ്, റാവിയുടെ ഹിഫ്ദിന്റെ മോശത്തരം. അത് റിവായത്തിൽ ആക്ഷേപമായിട്ട് വരും. അവിടെ കിട്ടാതെ പിന്നെ സല്ലല്ലാഹു തആല വസല്ലം അലാ